ഇടുക്കി കൂട്ടാറിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ തുറന്ന CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഒഴിയാൻ കൂട്ടാക്കാതെ നേതൃത്വം. കെട്ടിടം ഒഴിയണമെന്ന് കാട്ടി നോട്ടീസ് നൽകി 4 മാസം പിന്നിട്ടിട്ടും ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പും നടപടിയെടുക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇപ്പോഴും പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. 10 വർഷം മുമ്പാണ് ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ കൂട്ടാറിൽ സർവേ നമ്പർ 67/1 ഭൂമിയിൽ SNDP കെട്ടിടം നിർമ്മിച്ചത്. അനധികൃത നിർമ്മാണമെന്ന് കണ്ട് റവന്യൂ വകുപ്പ് അന്ന് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിരുന്നു. ഇത് നിലനിൽക്കെയാണ് 2014 ജൂൺ 12 കെട്ടിടത്തിൽ ഇഷ്ടിക കെട്ടി മുറിതിരിച്ച് CPI പ്രാദേശിക നേതൃത്വം ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത്. പരാതി ഉയർന്നതോടെ ജൂൺ 14 കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് അവഗണിച്ച നിർമ്മാണം പൂർത്തീകരിച്ച CPI നേതൃത്വം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി. പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റമെന്ന് കണ്ട് PWDയും റവന്യൂ വകുപ്പും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ CPIയുടെ വിവിധ കമ്മിറ്റികളും നടന്നിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് ഇപ്പോഴും ഓഫീസിന്റെ പ്രവർത്തനം നടക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. അതേസമയം CPM ജില്ലാ നേതൃത്വവും കയ്യേറ്റ ഭൂമിയിൽ ഓഫീസ് തുറക്കാൻ ശ്രമിക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി CPI ഭരിക്കുന്ന വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ കയ്യേറ്റ ഭൂമിയിൽ പാർട്ടി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. റോഡ് പുറമ്പോക്ക് കയ്യേറിയും തോട് പുറമ്പോക്ക് കയ്യേറിയും നിർമ്മിച്ചിട്ടുള്ള ഈ നിർമ്മാണം ഒഴിപ്പിക്കുന്നതിനും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ CPI നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് നേതൃത്വം ഇപ്പോഴും തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടഞ്ഞില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ജനം, ഇടുക്കി.